ஹலோ அண்ணன் சத்தியம் பண்ணல. அண்ணன் இப்ப காணும்போ തന്നെ ഒരു ഓറയാണ്. அதே இடத்துல தான் இருக்கேன். அவங்க ஆள்ல ஒருத்தரை தூக்கியாச்சு. ചന്ദ്ര അതിന്റെ ഫോൺ ഒന്നും അണ്ണ എന്റെ ഫോൺ വിളിക്കാൻ പറ്റൂലണ്ട അതില്. എന്റെ ഫോൺ കംപ്ലൈന്റ് ഇട്ടിരിക്കുക. ഞാൻ വാങ്ങിച്ചിട്ടാ എന്നാ ഇത് പറ്റില്ല. സംസാരിക്കണ്ടേ മറ്റേ കാര്യം. അത് ഞാൻ ഇപ്പൊ ഇവിടെ മുതുക്കിലുണ്ട്. മുതുക്കില് പ്രശ്നം ഉണ്ടാക്കല്ലേ. അയ്യോ അണ്ണാ അത് ഞാനിവിടെ ഒരു ഫോൺ ഓണാക്കി വേദി എനിക്ക് കട്ടാവുന്ന എന്നെയാണ് വിളിക്കുന്നല്ലോ. എടാ നിന്റെ പ്രശ്നമാട്ടാ ശിവ, വേറെ പ്രശ്നമില്ല. അയ്യോ കൊല്ലല്ലേ മോളെ. അണ്ണാ ഞാൻ അണ്ണ എവിടെ? ഓക്കെ അണ്ണതാ പറഞ്ഞതാ. ഹലോ അണ്ണന് സത്യം പറഞ്ഞോളൂ. അണ്ണൻ ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു ഓറയാണ്. ഇങ്ങനെ പുറകെന്നൊക്കെ നോക്കുമ്പോ ഒരു സൂര്യ തേജസ് ഉണ്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക്. സത്യമാണ് സത്യം കാര്യമായിട്ട്. അല്ലടാ നമ്മളിങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ സൈഡിൽ കാണുമ്പോഴേ ഇങ്ങനെ ഒരു ഓറയാണ് അണ്ണനെ കാണാൻ തന്നെ. അണ്ണാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ച് ക്ലാരിറ്റി ചെയ്യാനുണ്ട്. ഇവിടെ അല്ലണ്ണ അത് കോച്ച് വരട്ടെ. കോച്ചിന് എന്തൊക്കെ പറയണം. നമുക്ക് ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. പക്ഷേ അണ്ണ ഇത് എനിക്ക് ഒരു അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പോകാൻ വേണം. എന്താണ് അത്യാവശ്യം മീറ്റിംഗ്? അണ്ണാ നമ്മുടെ ടർഫ് അടുത്ത ആഴ്ച നമ്മൾ അടിച്ചെടുക്കുമല്ലോ. റാഞ്ചോ എടുക്കുന്നില്ല, ഞാനത് വേണ്ടാന്ന് വെച്ചു. റാഞ്ചോ അല്ലണ്ണ മണി ടർഫ് എടുക്കുമല്ലോ നമ്മള്. അപ്പൊ അവിടെ കഴുകാൻ കുറച്ച് നോട്ട് എടുക്കണം. അഴുക്ക ഇല്ലില്ല, അത് ഇപ്പോഴേ വേണ്ട. അത് അത്ര അർജന്റായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ചിലപ്പോ ഈ ആഴ്ച ടർഫ് വിളിക്കത്തില്ല, മണി ടർഫ് ആയിരിക്കത്തില്ല വിളിക്കുന്നത്. ഞാൻ ചിലപ്പോ റാഞ്ചോ എടുക്കും. റാഞ്ചോ ആയിരിക്കും വിളിക്കുന്നത്. ഞാൻ പിന്നെ നമ്മൾ നാടൻ പോകുമ്പോ നമ്മുടെ ഗ്യാങ്സിലോട്ട് ഇറക്കിയായിരുന്നു ആലോചിക്കുക. നീ എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കണമെന്നല്ലേ പറയാം. അണ്ണാ എന്റെ സൗണ്ട് കുറവാണോ കൂടുതലാണോ? എന്തോ കേട്ടില്ല. എന്റെ സൗണ്ട് കുറവാണോ കൂടുതലാണോ? ഇല്ലില്ല, കറക്റ്റാ. ഇല്ല എന്നാലും ഇച്ചിരി കുറവല്ലേ? ഹലോ അല്ലല്ല, കറക്റ്റാ. അതാ ഇത്ര ദൂരത്ത് നിന്നിട്ട് പോലും കേൾക്കണം. വാ പോലെ ഒരു കുഴപ്പമില്ല. അങ്ങ് ഉണ്ടാക്കല്ലേ ഞങ്ങൾ. ഹലോ അണ്ണാ പറയടാ. പുറത്തോട്ട് വരണോ? അണ്ണൻ തറ കളിപ്പാട്ടോ നിന്റെ ഇങ്ങോട്ട് വേടാ. ഇല്ല വരാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയില്ല. കൊരുത്താവുമാര്. എനിക്ക് മനസ്സിലായി. നീ ഇന്ന് തത്സമയം വന്നില്ലേ? എന്താ അല്ലല്ല, ചോദിച്ചു നമ്മളൊക്കെ റെഗുലർ ആണേ. അണ്ണാ വാക്കിയാറണ്ണ. ഇല്ല കുഴപ്പമില്ല, ഇവിടെ വരെയല്ലേ ഉള്ളൂ. നടന്നു നോക്കാം. ഒരു 4 പേരെ കൂടെ തോളി കേട്ടാ പട്ടി. വിട്ടു പോണ വാസണ്ണ ഇങ്ങോട്ട് വന്നേ. ഒരു സെക്കൻഡ് അവൻ പാടിയട്ടെ. വിട്ടു പോണ വാണമല്ലേ, അങ്ങനല്ല ഞാൻ പാടിയേ. എന്താടാ ചന്ദ്ര അണ്ണാവ അങ്ങനെ പാടിയേ. ഓക്കെ
മണ്ടനെന്ന് പറഞ്ഞത് വെറുതെ ഇല്ല. വണ്ടിന്റെ പുറകെ ഓർഡർ 150 പോണ ഹലോ അണ്ണാ 150 പോണ വണ്ടി പിടിക്കാൻ ഓടിയാണ് എന്റെ ബാക്കിൽ സംശയം കൊണ്ട് ചോദിച്ചാണ്. അല്ല സംശയം കൊണ്ട് ചോദിച്ചാണ്. എടാ ഏബല എന്താ എന്താ നിന്റെ ബിസിനസിനെ പറ്റി ആൾക്കൊരു ധാരണ ഇല്ല. നമ്മള് ഈ ഒരു എക്സാൻസ് കടന്ന് ഇട്ടാവട്ടാണ് ഇത്രയും കളി കളിച്ചിട്ട് നമ്മളെ ആരും ഓസ്റ്റേജ് ആക്കിയിട്ടില്ലല്ലോ. ഇത് നിന്നെ കൊണ്ടുപോകാനാണോ ചന്ദ്ര? ഇത് നിന്നെ ഞാൻ ഉറപ്പ് പറയാളിയെ, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വെളിയിൽ നിൽക്കുമ്പോ നീ അവിടെ ഏതെങ്കിലും ബെർമുഡ ഇട്ട് അണ്ണാ അന്ന് ഞാൻ ഈ എക്സ്ലാൻഡിസ് കത്തിക്കണ ഞാൻ ഉറപ്പാണ്, ഞാൻ കത്തിക്കും, ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത TJ നിന്നെ ആയിരിക്കും, നിന്നെ തന്നെ കൊണ്ടുപോകും. കൊമ്പനടുത്തൊക്കെ എനിക്ക് അത്രമാത്രം കമ്പനി പുറത്തുണ്ട്. കുഴപ്പമില്ല, ജോർജ് കുട്ടിക്കില്ല, ജോർജ് കുട്ടി ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കൊമ്പനെ കൊളുത്തിയത് കത്തിച്ചിട്ട് കൊളുത്തി അങ്ങനെയായിരുന്നു. ഓ ഞാൻ അവസാനം അളി കൊമ്പാന്നിട്ട് അപ്പത്തേക്ക് ഞാൻ അറിയേണ്ടി പറ്റിയെന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. ഈ പെണ്ണായാലും പൈസ ആയാലും പോവും വരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ ആത്മഹത്യ ഒന്നും ചെയ്യാൻ നിക്കല്ലേ. നിനക്ക് നല്ലൊരു ഭാവി ഞാൻ TVയുടെ PVP സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്യാ. ഇനി നിനക്ക് പെണ്ണില്ല ലൈഫില്. ഇല്ല നിനക്ക് പെണ്ണില്ല. പോയി അവന് പെണ്ണില്ല എന്ന് പറഞ്ഞു. ഒരാൾ ചത്ത ഞാൻ എന്റെ നെഞ്ചത്തോട് നിൽക്കുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ലോയലിറ്റി പോയിന്റും ഇല്ലാതെ അവിടെ പോയി മണ്ടന അണ്ണാൻ പണ്ണിയും മരപ്പട്ടിയും കൊണ്ടാ ഞാൻ കഴിഞ്ഞ വട്ടം. ഇന്നലെ കോച്ച് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ചെയ്യണം. ഞാൻ പോലും അണ്ണൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അറിയാമോ? അതിവിടെ സംസാരിക്കില്ല. ഇവ എന്നെ ഏற்கனவே ஒரு வாட்டி கொன்னுட்டான் கேங் ஹவுஸ்ல. കൊന്നിട്ട് അവൻ എന്നെ வந்து സ്വിമ്മിംഗ് പൂളിൽ പോട്ടിട്ട് പോയി. ചന്ദ്ര ഞാൻ ഒറ്റ കാര്യം പറയാം, ഇനി നീ ഒരാളെ ഗ്യാങ് ഹൗസിൽ കൊല്ലുന്ന ഞാൻ കണ്ടാ നിന്നെ ഞങ്ങൾ ഗ്യാങ് പുറത്താക്കുക. ഇത് വേണ്ട, ഇങ്ങനെ ഒരാള് വേണ്ട. നമ്മളെ തിരിഞ്ഞേക്കാം. തുപ്പാനാ വായ ചവിട്ടിക്കറല്ലോ എല്ലാത്തിന്റെ. എന്താ കോച്ച് എന്താ? വാ ഇവിടെ വാ, ഒരു നിമിഷം. കരയണെന്തിന് കാര്യം പറ. കരയാതെ കരയില്ല. പിന്നെ വാസുവും പിന്നെ ഒരു ഇത് ഈ പുല്ലി അർണോൾ ജാക്സൺ ഓർമ്മയുണ്ടോ? എന്തോ കോച്ച് കേട്ടില്ല. അർണോൾ ജാക്സൺ AJ അർണോൾഡ് ജാക്സൺ അതാരാ? அன்னைக்கு ஒரு நாள் வந்து ஃப்ளீக்கா முன்னாடி பரிச்சயப்பட்டு எந்த ஃப்ரெண்ட் മനസ്സിലായി. அவனை தூக்கி அவனை யாரோ தூக்கி, அது பேர் இன்னும் പറഞ്ഞിട്ടില്ല. ഫോൺ കോളിൽ தான் இருக்கா. വല്ലവനെ തൂക്കിയാ നമുക്കെന്തിന്? നമുക്കൊരു പണിയുണ്ട്. വാണ ഇല്ലടാ, എനിക്കറിയാവുന്ന പയ്യനടാ, ഒന്ന് ചോദിക്കണോടാ. சரி நீ போய் உனக்கு வேற பண்ணினா போய் பாத்துட்டு வாடா. போடா, பை. അണ്ണനെ എടാ പോണെന്ന് വിളിച്ചോണ്ടല്ലേ വാസൊന്ന് വിളിക്കാനുള്ള അധികാരം വാസൊന്ന് അത് വിളിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ അണ്ണനെ എടാ പോണെന്നൊക്കെ വിളിച്ചോളൂ. ഞാൻ കൈ വെക്കുവേ. എനിക്കേറെ പണിയില്ലല്ലോ ഇനി. വേറെ പണി ഉണ്ടെന്ന് പറഞ്ഞെന്താണ്? അല്ലല്ല ഞാൻ നമുക്ക് അണ്ണ അവരുടെ കാര്യം സംസാരിക്കില്ല. കോച്ചിന്റെ കാര്യം സംസാരിക്കണോ? നീ എന്നാ സമാധാനത്തോടെ ഇരിക്കും. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ ഒരു കോൺഫിഡൻഷ്യൽ കാര്യം ഒന്ന് കേൾക്കാനുണ്ട്. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. മരിക്കാൻ വല്ല പ്ലാൻ നേരത്തെ പറയണേ. നമുക്ക് ഇവിടെ പൊള്ളാച്ചിന്ന് സ്ലാബ് ഓർഡർ ചെയ്യാനാണ്. മറ്റേ ബാക്കിലേക്ക് മറ്റേ കുഴിച്ചുകൂടെ അരി. എടാ ഞാൻ നിന്റെ ആരല്ലേ ഞാൻ നോക്കിക്കോളാം കേട്ടാ. കുറച്ച് കാലം പറയണ്ട ഇപ്പൊ വരെ. പെണ്ണിഷ്ടമല്ല, ഒന്നുമില്ല. എനിക്ക് നമ്മുടെ പിള്ളേരെ ചതിക്കുന്ന പെൺപിള്ളേരെ ഇഷ്ടമല്ല. ഓ അങ്ങനെ, അത് നല്ല കാര്യം കേട്ടോ. ചന്ദ്രനാണ്. ചന്ദ്ര ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖാണ്. കഴിച്ചോ? ശരി. ഇത്
നിങ്ങളുടെ പേരെന്തുവാ? വാസു ഇത് എന്റെ വാസു പേര് പരുന്തുവാസ്. ഓ നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. എന്താ ഫുൾ നെയിം എന്തായിരുന്നു? ഐറസൻ ഐറാസൻ. ഐറാഷ ഐറാസൻ. ഐറാസ്. അല്ല അതിനാണ് ഇതിന്റെ ഈ കൂട്ടത്തിൽ ആരുടെയും ഗേൾഫ്രണ്ട് അല്ലല്ലോ? അല്ല ഇല്ല. പക്ഷെ വേറെ ആളുടെ ഗേൾഫ്രണ്ടാ ആരുടെയാണ്? രായന്റെ ചന്ദ്ര. ചുമ്മാ ഞാനെന്റെ ഗേൾഫ്രണ്ട് ആണോ? അതെ അതെ. ആയിരുന്നു ഇപ്പൊ ഇനി എന്റെ ആവാൻ പോണെ. ഓ ആ? അല്ല അങ്ങനല്ല ഒന്നുമില്ല അതെ. കുഴപ്പമില്ല, ഞാൻ പഴയ കാര്യങ്ങൾ ചോദിച്ചു. ഹലോ கேக்குதா? ஹலோ, கேக்குது எங்க? அதே இடத்துல தான் இருக்கேன். அவங்க ஆள்ல ஒருத்தரை தூக்கியாச்சு. നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇപ്പം വന്നു കഴിഞ്ഞാ? ഞാൻ സംസാരിക്കാം. എനിക്ക് അറിയാവുന്ന ആൾ തന്നെ. ഞാൻ സംസാരിച്ചല്ല ഡീൽ ചെയ്യാം. ஓகே, അതാരാ സൗണ്ട് കേട്ടോ ഇപ്പൊ? யாரும் இல்ல, பக்கத்துல யாரும் இல்ல. ടീം കില്ല് ചെയ്യാതെടാ. ரெடியான கேட்டல்ல. இங்க யாருமே இல்ல, நல்லா கேட்டுக்கோ. இங்க யாருமே இல்ல, தைரியமா நான் பேசுறேன். ஓகேவா? நான் வீடியோ கால் கூட வரேன். இரு. இல்ல சொல்லு. நின்னு எனக்கு விசுவாசம் தான். இப்போ என்னை வந்து நீ காப்பாற்ற முடியுமான்னு பாரு. இங்கே அடியில் டனலில் வச்சுருக்காங்க. இந்த ஃபோனு வந்து நான் எப்படியோ இங்கே வர வச்சுட்டேன். என் ஆள் எட்டுன்னு வந்து இங்கே கொடுத்துட்டு போயிட்டான். ஓகேவா? இப்போ நீ என்ன செய்யணும்னா, என்னை எப்படினாச்சும் இവിടെன்னு காப்பாற்று. நான் வந்து ஏஜே கடத்த வச்சுட்டேன், ஆளுங்களை வச்சு, நம்ம காய்ஸை வச்சு. ஏஜியா? ஆமாம், அவர் கூட இருப்பார், தம்பி, கோச்சோட தம்பி. கோச்சோட தம்பி ஏஜியா? ஆமாம், அவனை கடத்தியாச்சு. அவனை தேடி தான் போயிருக்காங்க. இப்போ நீ வந்தா இப்போ என்ன காப்பாற்ற முடியுமான்னு எனக்கு தெரியல. ஆனா நீ சேஃபா அந்த விஷயம் பேச நினைக்கிறடா. ഞാൻ அந்த കാര്യം പറഞ്ഞിട്ട് ഇതിലൊരു മുടിവ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക ഇങ്ങനെ. ഓക്കെ നീരിക്കോ, ലൊക്കേഷൻ അയക്കോ? சரி, திருப்பி அனுப்புறேன். ഓക്കെ ഇത് ഏണിയാവും രക്ഷിക്കാൻ പോ. എനിക്ക് അറിഞ്ഞൂടാ. എവിടെ? ഹലോ വാസു, എവിടെ? അണ്ണാ ഞാനിവിടെ ഇല്ലാണ്ട് എന്റെ വണ്ടി വേറെ എടുക്കുന്നേ. നീ എവിടെ വെക്കുന്നേ? വാസണ്ണ ഞാൻ ഇവിടെ മുതുക്കില. എടാ ഒന്ന് വന്നേ, അർജന്റ് സംസാരിക്കണേ. വന്നേ. റീഡ് ഇപ്പൊ കൊടുക്കുന്നില്ല ബ്രോ. താങ്ക് യു 100. നീ റീഡ് ഇപ്പൊ ലൈവ് ഇപ്പൊ കുറച്ചു നേരം ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തു. ஹலோ, சொல்லு. നിനക്ക് അങ്ങിருந்து തപ്പിക്ക முடியுமா? வாய்ப்பே இல்லை. நல்லா ஜெயில் மாதிரி லாக் பண்ணி வச்சிருக்காங்க, பூட்டு போட்டு. എനിക്കിപ്പം വാസണ്ണൻ എന്നെ വിടൂല. എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അർജന്റായിട്ട് വിളിക്കുക. நீ அது என்ன நோக்கு. நான் ஏதாச்சும் கஷ்டப்பட்டு ஏதாவது ட்ரை பண்ணுறேன், பூட்டு உடைக்க முடியுதானே? നോക്ക്. ஓகே, ഫോൺ സേഫ് ആയിട്ട് പോയേ. ஓகே. എന്നാ ഇവിടെ? എടാ ഗാങ് ഹൗസിന്റെ ബാക്കിലോട്ട് വന്നേ. ഹോട്ടലിലോട്ട് വന്നേ. പെട്ടെന്ന് വന്നു.
ബാക്ക് സൈഡ് ചന്ദ്രൻ is എടാ, down. ചന്ദ്ര അതിന്റെ ഫോൺ എന്താ ഏതണ്ണ ഒന്ന് ഫോൺ തന്നെ. എന്റെ ഫോണാണ്, എന്റെ ഫോൺ ഞാൻ എന്റെ ഫോൺ ഒട്ടും ചാർജ് ഇല്ല. ഒരു കോൾ വിളിക്കാൻ അർജന്റ് ഇല്ല എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിട്ടിരിക്കോ, ഞാൻ അത് വാങ്ങിക്കാനാ പൊക്കോണ്ടിരുന്നേ. നീ ഇപ്പൊ എന്നെ കോൾ വിളിച്ചായിരുന്നു. അല്ല അണ്ണാ, അത് വേറെ, അത് കൊച്ചു ഫോണാ. ആ കൊച്ചു ഫോൺ മതി അതിഞ്ഞതാ. അത് വേണോ വേണം. കോൾ വിളിക്കാനാടാ ഒരു കൊച്ചിന്റെ ഫോൺ ഉണ്ടല്ലോ അണ്ണാ. ഇല്ലടാ, എനിക്കല്ല. ബാലൻസ് ഇല്ല. ഐഡി പറയണ 819 നേരെ ഫ്രണ്ടോട് തന്നാ മതി. ഇത് ടാബ്ലറ്റ് അല്ലടാ, ഇതിലെങ്ങനെ വിളിക്കുന്നേ? ടാബ് ആയിരുന്നു അത്. ഒരു സെക്കൻഡ്, ആ ടാബാ തന്നത് എന്റെ. ചന്ദ്ര എന്നടാ ടാബിന്ന് delete பண்ற மாதிரி தெரியுது. അതിന്ന് വിളിച്ചാണ. ചന്ദ്ര என்ன delete பண்ற? എന്ത് ഡിലീറ്റ് பண்ண കോച്ച്? இல்ல இல்ல ഇവിടെ നിന്ന് പാത്തുമ്പോൾ ഏതോ delete பண்ண மாதிரி ഇല്ല தெரியுது. ഇല്ല ഇല്ല, ഞാൻ ടാബിന്ന് വിളിച്ചേ. ഒരു കോൾ വിളിച്ചിട്ട് തരാം, അർജന്റ് ആയോണ്ടാ. ജസ്റ്റ് ടാബിന്ന് വിളിക്കാൻ പറ്റും, അതിന്ന് വിളിച്ചേ. ഇല്ല ഇതിന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിന്ന് വിളിക്കാൻ പറ്റും. അണ്ണത് ഓപ്പൺ ആക്കി, ഞാൻ പറഞ്ഞുതരാം. ആ പറ. അതില് സൈഡില് കോൾ ഓപ്ഷൻ ലീഡർ ബോർഡിൽ കേറിയിട്ട് ടോപ്പ് ഉള്ള നിന്റെ അച്ഛനെ വിളിക്കാൻ ഞാൻ. വിളിക്കാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അറിയണ. എടാ ഒന്ന് താടാ, ഫോൺ ഒരു അർജന്റ് കാര്യം ആയതുകൊണ്ടാ. അന്ന് ഫോണിൽ വിളിക്കാൻ പറ്റൂല അതില്. എന്റെ ഫോൺ കംപ്ലൈന്റ് ഇട്ടിരിക്കുക, ഞാൻ വാങ്ങിച്ചിട്ടാ. എന്നാ വേണ്ട 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 വേണ്ട. അണ്ണാ കോളിക്ക് പറ്റില്ല. എന്നാ അന്ന് ചോദിക്കുമ്പോൾ തരത്തില്ല ഞാൻ. പിന്നെ പരവായില്ലടാ, അത് റിപ്പയർ എന്നാ കോച്ചിന്റെ ഫോൺ ഇതാ. ശരി വെയിറ്റ്, ഞാൻ കോച്ചിന്റെ ഫോൺ ഇതാ, ഞാൻ നോക്കട്ടെ. തരാം വെയിറ്റ് ചെയ്യ്. നിന്റെ ഫോൺ അടിക്കുന്നല്ലോ ചന്ദ്ര, എന്നാ നിന്റെ ഫോൺ അടിക്കുന്നല്ലോ. എന്നാ വെള്ളം ഇറങ്ങുന്ന ഫോൺ കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഹലോ, നീ ഫോണിൽ പറയുന്നത് ഇവിടെയും കേൾക്കുന്നില്ലല്ലോ, ചുണ്ടനക്കുന്ന മാത്രമേ. അണ്ണാ അതല്ല ചുണ്ടനക്കുന്നില്ല, സംസാരിക്കുന്നുണ്ട്, അവിടെ കേൾക്കാത്തയാ. ഞങ്ങൾ അടുത്ത് നിൽക്കുവല്ലേ, അപ്പൊ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണ്ടേ? ഇത് പറ്റില്ല. നീ എന്താ മറ്റേ പൊട്ടനോട് സംസാരിക്കുമ്പോ എന്നോട് സംസാരിക്കല്ലേ? ചന്ദ്ര ഞാൻ ഫോൺ കൊടു. എന്താ ഞാൻ ഫോൺ കൊടു. ആടാ ഫോണ്? എവിടെ കോച്ചിന്റെ ഫോണോടാ? ആ എവിടെ? കൊടുത്ത ഫോൺ കൊടു. എന്താ ഫോണ്? ഇപ്പൊ നീ കയ്യില കൊടുത്ത ഫോൺ കൊടു. വാസന ഫോൺ. നീ ഫസ്റ്റ് ഫോൺ കൊടു ചന്ദ്ര. വാസന ഫോണാ. ഐഡി 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 819. അണ്ണാ വേറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നോക്കലാണ് എന്റെ അത് എന്താടാ, ഞാൻ ഫോൺ കൊടുത്ത് വാസന കൊടുത്ത്. എന്റെ അമ്മോ ഇല്ലേ, അപ്പൊ എന്റെ ഫോൺ തന്നെ അപ്പൊ വാസു കൊടുത്ത് ഉന്നോ ഫോൺ കൊടു. ഏത് ഉൻ ഫോൺ ഇപ്പൊ തന്നെ കോൾ ചെയ്ത്. This phone usage has been disabled by ശരിക്കും ചത്ര. ഹലോ അണ്ണാ പറ ചന്ദ്ര. അണ്ണാ വെള്ളം തീയിട്ട് ഒരാളോട് ചെയ്യാൻ ഒന്നില്ലല്ലോ അണ്ണാ. എടാ നിന്റെ ഒരു ബോട്ട് അവിടോട്ട് വന്നായിരുന്നല്ലോ, നിന്നെ ബോട്ട് രക്ഷിച്ചു. നീ ബോട്ടിൽ കയറി പോയെന്ന് പറഞ്ഞ്. ഇല്ല അണ്ണാ, ഞാൻ വെള്ളത്തിലായിരുന്നു അണ്ണാ. ഇപ്പഴാ നോക്കിയേ. വിളിക്കാൻ പറ്റാത്ത ഫോൺ എങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ശരിയായത്? അണ്ണാ ഇത് ഇപ്പൊ ശരിയാക്കി, ഇപ്പൊ പുതിയ ഫോൺ വെച്ചാ വിളിക്കണേ. പുതിയ ഫോൺ മേടിച്ചല്ലേ? ആ അണ്ണാ ഇവിടെ ഞാൻ മൂക്കിലെ വെള്ളം എല്ലാം തുമ്മി കളഞ്ഞോണ്ടിരിക്കുക. ആ സൗണ്ടില് വ്യത്യാസമുണ്ട്, ഞാൻ വെള്ളത്തിൽ വീണതിന്റെ അറിയാറുണ്ട്. ആ അണ്ണാ ഇവിടെ ഞാനടാ നമ്മുടെ അണ്ടി ഫാക്ടറി പണിയുന്ന ലൊക്കേഷൻ ഇല്ല, നമ്മളന്ന് ഇനാഗുറേഷൻ ചെയ്തേ. ലൊക്കേഷൻ അയക്കും അണ്ണാ. ഇല്ല ഇങ്ങോട്ട് ഞാനിപ്പോ ഇവിടെ ഇറങ്ങും. ഞാൻ ഇവിടെ ജസ്റ്റ് ആ മെഷീനറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വന്നാ. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു മിനിറ്റ്. ആ ചന്ദ്ര പറ എന്നോട് പറഞ്ഞോ. ഇല്ല ഞാനിപ്പോ ഇവിടെ ഇറങ്ങും. ഞാനിപ്പോ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താ ഞാൻ പറയാം, സ്ഥലം പറയാം. അണ്ണന്റെ ഫോൺ ശരിയായ?
എന്റെ ഫോൺ ഞാൻ റീചാർജ് ചെയ്തടാ. ആ ഓക്കെ ഓക്കെ അണ്ണാ ഓക്കെ ഓക്കെ. ആ